ഞാൻ എടുക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. സ്ട്രക്ചർ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റെഫേഴ്സ് ടു ഹൗ ഇറ്റ്സ് കോമ്പണൻസ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഹൗ ഇറ്റ്സ് കോമ്പണൻസ് ആർ ഓർഗനൈസ്ഡ്. അതിലുള്ള കോമ്പണൻസ് ഒക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ അവർ തമ്മിൽ എന്താണ് എങ്ങനെയൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നു ഉള്ള ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് ദ ഡിഫറെൻറ്റ് OS സ്ട്രക്ചേഴ്സ് ആർ യൂസ്ഡ് ടു അച്ചീവ് ഡിഫറെൻറ്റ് ഗോൾസ് സച്ച് ആസ് എഫിഷ്യൻസി, സിംപ്ലിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്നുവെച്ചാൽ എന്താണ് ഈ ഒരുപാട് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ഗോൾസ് ആയിട്ടുള്ള എഫിഷ്യൻസി, സിംപ്ലിസിറ്റി, ഫ്ലെക്സിബിലിറ്റി, അപ്പോൾ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് OS സ്ട്രക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് കുറേ കാലം മുന്നേ മുതൽ എന്ന് വെച്ചാൽ ഇപ്പം വരെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. അപ്പോൾ അതിലൊക്കെ എന്താണ് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് മെയിൻ എന്താണ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നതാണ് സിമ്പിൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മോണോലിത്തിക് സ്ട്രക്ചർ, മൈക്രോ കേർണൽ സ്ട്രക്ചർ, ഹൈബ്രിഡ് കേർണൽ സ്ട്രക്ചർ, ലെയേർഡ് സ്ട്രക്ചർ, മോഡുലാർ സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെ 6 സ്ട്രക്ചേഴ്സാണ് എന്ത് ചെയ്യുന്നത് മെയിനായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് OSൽ. അപ്പോൾ ഇതിൽ 2, 3, 4 എന്താണ് ബേസ് ചെയ്യുന്നത് എന്തിനെ വെച്ചിട്ടാണ്? കേർണൽ അറേഞ്ച്മെൻറ്റ്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 സ്ട്രക്ചേഴ്സും വരുന്നത്. ഏതൊക്കെ? മോണോലിത്തിക് സ്ട്രക്ചേഴ്സ്, മൈക്രോ കേർണൽ, ഹൈബ്രിഡ് കേർണൽ. ഇതൊക്കെ ബേസ്ഡ് ഓൺ ദ കേർണൽ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം വരുന്നത് സിമ്പിൾ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ്. സിമ്പിൾ സ്ട്രക്ചേഴ്സിൽ എന്താണ് മെയിനായിട്ട് പറയുന്നത്? ഇത് യൂസ് ചെയ്യുന്നത് MS-DOSലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മെയിനായിട്ട് സിമ്പിൾ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് എന്താണ് ഇതിൻ്റെ ഫങ്ഷൻസ് ഒരുപാട് എന്താണ് ലെവൽസ് ആയിട്ടാണ്, ഓരോന്നും ഒരു ഡയറക്റ്റ് ലെവൽസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാം, റെസിഡൻറ്റ് സിസ്റ്റം പ്രോഗ്രാം, ഡിവൈസ് ഡ്രൈവേഴ്സ്, റോം ബയോസ് ഡിവൈസ് ഡ്രൈവേഴ്സ്, അങ്ങനെ എന്താണ് 4 ലെവലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെവൽസും എന്താണ് പറയുന്നത്? ഓരോ ലെവൽസും ഇവിടെ ഡയറക്റ്റ് ആക്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ലെവൽസിനും എന്താണ് തൊട്ട് താഴെയുള്ള എല്ലാ ലെവൽസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ആക്സസ് സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് ആക്സസ് കാരണം എന്താണ് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിത് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ലെസ് എഫിഷ്യൻ്റ് ആയിരിക്കും. ബിക്കോസ് അതിലെന്താണ് ഇപ്പം നമ്മളെന്താ വെച്ചാൽ ലെസ് എഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഓരോന്നും ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഓരോ ലെവലും. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ലെവലിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ് യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ലെവൽസിൽ ഏതെങ്കിലും ഒരു ലെവലിന് എന്താണ് എന്തെങ്കിലും ഒരു ക്രാഷ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ബാക്കിയുള്ള ലെയേഴ്സിനെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് എഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ ഒരു ഏതെങ്കിലും ഒരു ലെവൽ ഇതായി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ലെവൽസും ഇൻ്റർകണക്റ്റഡ് ആയിട്ടാണല്ലോ ഉള്ളത്. അപ്പം ഏതെങ്കിലും ഒരു ലെവലിന് എന്തെങ്കിലും ക്രാഷ് സംഭവിച്ചാൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊത്തമായിട്ട് എന്ത് ചെയ്യും ക്രാഷ് സംഭവിക്കാൻ പോസിബിലിറ്റി കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് മോണോലിത്തിക് സ്ട്രക്ചറിനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കേർണൽ എന്താണെന്ന് നമുക്കറിയണം, കേർണൽ സ്ട്രക്ചറിനെ കുറിച്ച്. കാരണം നമ്മൾ പറഞ്ഞു മോണോലിത്തിക് സ്ട്രക്ചറും മൈക്രോ കേർണൽ സ്ട്രക്ചറും ഹൈബ്രിഡ് കേർണൽ സ്ട്രക്ചറും എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? കേർണൽ അറേഞ്ച്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ കേർണലും OSും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എന്താണെന്ന് അറിയണം. അപ്പോൾ OS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് യൂസർ. എന്ന് വെച്ചാൽ ഹാർഡ്വെയറും യൂസറിനും ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് എന്ത് പറയുന്നത്
ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ എന്താണ്, ഒരു യൂസർ എന്താണ് എന്തെങ്കിലും ഒരു ഇൻപുട്ട് എന്ത് ചെയ്യാണ് അവരെ ലാംഗ്വേജിലേക്കാണ്, ഇപ്പം ആ ഒരു ലാംഗ്വേജ് നമുക്കറിയുന്ന ഒരു ലാംഗ്വേജിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ് OS എന്താക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെഷീൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റിയിട്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചത് യൂസർ റീഡബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് അത് ഔട്ട്പുട്ട് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഇപ്പം നമ്മൾ യൂസർ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്ത് അതിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയത്തില്ല, ഈ യൂസറിന് അറിയത്തില്ല. അപ്പോൾ അവർ തമ്മിലുള്ള നടക്കുന്ന ഒരു ഇൻ്റർഫേസിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ കേർണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, ഇറ്റ്സ് പ്രൊവൈഡ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. എന്ന് വെച്ചാൽ ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ഇൻ്റർഫേസാണ് കേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് 4 ഫങ്ഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഡിസ്ക് മാനേജ്മെൻറ്റ്, IO മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ 4 ടൈപ്പാണ് മെയിനായിട്ട് എന്തായിട്ടുള്ളത്, 4 ഫങ്ഷൻസാണ് മെയിനായിട്ടും കേർണലിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ വേറെ ഒരുപാടുണ്ട്, സെക്യൂരിറ്റി അങ്ങനത്തെ ഓരോ ഇൻട്രപ്റ്റ് ഹാൻഡ്ലിങ് അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് മെയിനായിട്ട് ഈ 4 ഫങ്ഷൻസാണ് നോക്കാനുള്ളത്. പിന്നെ ഓരോ ടൈപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള മോണോലിത്തിക്, മൈക്രോ കേർണൽ, ഹൈബ്രിഡ്, എക്സോ കേർണൽ എക്സെട്ര. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ 3 എണ്ണമാണ്: മോണോലിത്തിക്, മൈക്രോ കേർണൽ, ഹൈബ്രിഡ്. അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം വരുന്നത് എന്താണ്, മോണോലിത്തിക് സ്ട്രക്ചറാണ്. അപ്പോൾ മോണോലിത്തിക് സ്ട്രക്ചറിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്, അതിൽ 2 മോഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, യൂസർ മോഡ് ആൻഡ് കേർണൽ മോഡ്. ഇപ്പോൾ കേർണലിൽ എന്താണ് മെയിനായിട്ട് വരുന്നത്, ഇപ്പോൾ കേർണലിൽ നമ്മളിപ്പോൾ ഒരു മെമ്മറിയിൽ ഇത് എടുക്കുകയാണെങ്കിൽ എന്താണ്, അതിൽ ഒരു ഭാഗം എന്തായിരിക്കും കേർണൽ മോഡായിരിക്കും, മറ്റേ ഭാഗം എന്തായിരിക്കും യൂസർ പ്രോഗ്രാം മോഡൽ സ്പേസ് ആയിരിക്കും. എന്നുവെച്ചാൽ കേർണൽ മോഡ് സ്പേസ് ആയിരിക്കും ഇവിടെ. ഇതാണ് എന്ത് വരുന്നത്, ഒരു മെമ്മറീൻ്റെ ഒരു ഇതിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ OS എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡാവുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പാരലലി ഒരു കേർണലും കൂടി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ലോഡാവുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഒരു മെമ്മറിയിലെ ഒരു പോർഷൻ എന്താണ് കേർണൽ മോഡ് സ്പേസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി വരുന്ന പോർഷൻ എന്ന് പറയുന്നത് എന്താണ് യൂസർ പ്രോഗ്രാം സ്പേസ് ആയിരിക്കും. അതാണ് അവിടെ പറയുന്നത്. ഇതിലെന്താണ് യൂസർ മോഡും കേർണൽ മോഡും സെയിം അഡ്രസ് സ്പേസിലാണ് ഉള്ളത്. അപ്പം ഇതിൽ മെയിനായിട്ട് എന്താണ് ഈ ഉള്ളിലുള്ള ഫീച്ചേഴ്സിൽ തമ്മിൽ എന്താണ് ഒരു സിസ്റ്റം കോൾ കമ്മ്യൂണിക്കേഷനാണ് എന്ത് ചെയ്യുന്നത് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഓൾ OS സർവീസസ് ലൈക്ക് മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ സിസ്റ്റം റൺസ് ഇൻ കേർണൽ മോഡ്. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് OS സർവീസസ് ആയിട്ടുള്ള മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ സിസ്റ്റംസ് ഒക്കെ നടക്കുന്നത് എന്താണ് കേർണൽ മോഡിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ മെയിനായിട്ടും യുണിക്സ്, പിന്നെ വിൻഡോസ് 95, 98 ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള മോണോലിത്തിക്കിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഫാസ്റ്റ് എക്സിക്യൂഷൻ ആയിരിക്കും. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ഓർ മോഡിഫൈ ഇഫ് വൺ പാർട്ട് ക്രാഷസ് ദ ഓൾ OS ക്യാൻ ഫെയിൽ. എന്ന് വെച്ചാൽ എന്താണ്, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഓർ മോഡിഫൈ ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. എന്തുകൊണ്ടാണ്, കാരണം മോണോലിത്തിക്കിലുള്ള എല്ലാ പാർട്ടുകളും ഓരോ ഭാഗങ്ങളും എന്താണ് ഇപ്പം ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ഒരു ഭാഗം ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ ആ OS സിസ്റ്റം തന്നെ, ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ മൊത്തം അതെന്താവും ഫെയിലാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അത്രയ്ക്കാണ് മോണോലിത്തിക് സ്ട്രക്ചറിൽ പറയുന്നത്. മൈക്രോ കേർണൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് അടുത്ത പറയാൻ പോകുന്നത്.
ഇപ്പം നമ്മൾ പറയുന്നത് മോണോലിത്തിക്കിൽ എന്താണ് യൂസർ മോഡും കേർണൽ മോഡും എന്താണ് സെയിം അഡ്രസ് സ്പേസിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. യൂസർ മോഡും കേർണൽ മോഡും എന്താണ് ഡിഫറെൻ്റ് അഡ്രസ് സ്പേസിലാണുള്ളത്. കേർണലിന് ഇവിടെ മൈക്രോ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യം മാത്രമേ കേർണലിൽ വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ എന്താണ് യൂസറിലോട്ടാണ് ബാക്കിയുള്ള ഫങ്ഷൻസിനൊക്കെ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് കേർണൽ അവിടെ മൈക്രോ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂസറിന് എത്ര കണ്ട് ഫങ്ഷൻസൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും അത് എത്ര കണ്ട് ഫങ്ഷൻസൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാലും അത് അത്രയ്ക്ക് അത്യാവശ്യമുണ്ട് മാത്രം എന്ത് ചെയ്യാണ് കേർണലിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു ഫോർമാറ്റാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ കേർണലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് കേർണലിനും യൂസറിനും ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് പാസിംഗ് വഴിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓൺലി എസെൻഷ്യൽ പാർട്സ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ബേസിക് ഷെഡ്യൂളിംഗ് റൺസ് ഇൻ കേർണൽ മോഡ്. അത്രയും എസെൻഷ്യൽ പാർട്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ബേസിക് ഷെഡ്യൂളിംഗ് ഒക്കെ എന്താണ് കേർണൽ മോഡിലാണ് റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് സർവീസസ് ആയിട്ടുള്ള ഡിവൈസ് ഡ്രൈവേഴ്സ് ഫയൽ സിസ്റ്റംസ് റൺസ് ഇൻ യൂസർ സ്പേസ്. എന്ന് വെച്ചാൽ യൂസർ സ്പേസിലാണ് മറ്റ് സർവീസസ് ആയിട്ടുള്ള ഡിവൈസ് ഡ്രൈവേഴ്സും ഫയൽ സിസ്റ്റംസും ഒക്കെ റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ് QNX Mac OS 8 ഒക്കെയാണ് ഈ മൈക്രോ കേർണൽ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയി പറയുന്നത് മോർ സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഈസിയർ ടു ആഡ് ഓർ റിമൂവ് ഫീച്ചേഴ്സ്. ഇതിൽ നിന്ന് ഫീച്ചേഴ്സിനെ ഈസി ആയിട്ട് ആഡ് ചെയ്യാനോ അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്തതാണ് ഹൈബ്രിഡ് കേർണലിനെ കുറിച്ച് പറയുന്നത്. ഹൈബ്രിഡ് കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് മോണോലിത്തിക് ആൻഡ് മൈക്രോ കേർണൽ. എന്ന് വെച്ചാൽ മോണോലിത്തിക്കിൻ്റെയും മൈക്രോ കേർണലിൻ്റെയും ഫീച്ചേഴ്സുകൾ തമ്മിൽ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ടാക്കിയൊരു കേർണലാണ് ഹൈബ്രിഡ് കേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം അതിലെന്താണ് മൈക്രോ കേർണൽ ഉണ്ടായിരുന്ന ബേസിക് ആയിട്ടുള്ള IPC വെർച്വൽ മെമ്മറി ഷെഡ്യൂളിംഗ് കൂടാതെ മോണോലിത്തിക്കിൽ നിന്ന് 2 ഫീച്ചേഴ്സ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ IPC അതുപോലെ തന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന ഫയലൊക്കെ എന്താണ് ആഡ് ചെയ്തിട്ടാണ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു ഹൈബ്രിഡ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്താണ് കോർ ഫങ്ഷൻസ് ഇൻ കേർണൽ അതേഴ്സ് ഇൻ മൊഡ്യൂൾസ്. എന്ന് വെച്ചാൽ കോർ ഫങ്ഷൻസ് ഒക്കെ കേർണലിലായിട്ടും മറ്റ് ഫങ്ഷൻസൊക്കെ എന്താണ് മൊഡ്യൂൾസ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് വിൻഡോസ് 10 വിൻഡോസ് NT എന്ന് പറയുന്നത്. വിൻഡോസ് NT എന്ന് പറഞ്ഞാൽ ഓൺവേർഡ്സ് ഇപ്പം എന്താണ് മെയിനായിട്ടും ഈ ഒരു OS സ്ട്രക്ചേഴ്സിലൊക്കെ ഇപ്പം മെയിനായിട്ടും എന്താണ് ഇങ്ങനത്തെ ഈ ഒരു ഹൈബ്രിഡ് സ്ട്രക്ചർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് പെർഫോമൻസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റിയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മെയിനായിട്ട് പറയുന്നത്. അടുത്തതാണ് ലെയേർഡ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത്. ലെയേർഡ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ OS ഈസ് ഡിവൈഡഡ് ഇൻ ടു ലെയേഴ്സ് ഈച്ച് ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ദ ലോവർ വൺ. എന്ന് വെച്ചാൽ OSന് എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോന്ന് എന്താണ് ലോവർ വണ്ണിൻ്റെ ടോപ്പായിട്ട് ഓരോന്നും ടോപ്പിൽ നിന്നും ഇങ്ങനെ ലോവർ ലെയറിലോട്ടായിട്ടാണ് എന്ത് ചെയ്തത് ഓരോന്നും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 6 ലെയേഴ്സാണ് ഇവിടെ ഓരോന്ന് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വന്നിട്ട് ഹാർഡ്വെയർ ആണ്, സെക്കൻഡ് വന്നിട്ട് CPU ഷെഡ്യൂളിംഗ് ആണ്, തേർഡ് വന്നിട്ട് മെമ്മറി മാനേജ്മെൻ്റ് ആണ്, ഫോർത്ത് പ്രോസസ് മാനേജ്മെൻറ്റ്, ഫിഫ്ത്ത് IO ബഫർ, സിക്സ്ത്ത് യൂസർ പ്രോഗ്രാം. ഇതൊക്കെ ഈ എന്താണ് ഓരോ ലെയേഴ്സും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ചില റൂൾസുകൾ അനുസരിച്ചാണ്. അപ്പോൾ അതിൽ 3 റൂൾസ് മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തതാണ് ഔട്ടർ മോസ്റ്റ് ലെയർ. അത് യൂസർ ഇൻ്റർഫേസ് ലെയർ ആയിട്ടാണ് പറയുന്നത്. എന്താണ് യൂസർ ഇൻ്റർഫേസ് ലെയറിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ് 6ാമത്തെ യൂസർ പ്രോഗ്രാമിനെയാണ്.
എന്ന് വെച്ചാൽ യൂസറിൻ്റെ അടുത്ത് എന്താണ് നമുക്ക് ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് വരുന്ന എന്താണ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷനെയാണ് എന്ത് പറയുന്നത്, യൂസർ ഇൻ്റർഫേസ് ലെയറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് ഇന്നർ മോസ്റ്റ് ലെയറാണ്. എന്ന് വെച്ചാൽ ഇന്നർ മോസ്റ്റ് ലെയറിന് ഇവിടെ കൊടുത്തിട്ടുള്ള ഹാർഡ്വെയർ ലെയറിനെയാണ് ഏറ്റവും മിഡിലായിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ ഇതിനെ ലോവസ്റ്റ് ലെയർ എന്നായിട്ട് പറയാം, ഹാർഡ്വെയർ ലെയറിനെ. ഓക്കെ, മൂന്നാമത് വരുന്നത് ആക്സസിബിലിറ്റി ആണ്. എന്ന് വെച്ചാൽ അപ്പർ ടു ലോവർ. ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമുക്ക് ഒരുപാട് ലെയേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് ടോപ്പ് ലെയറിൽ നിന്ന് തൊട്ട് താഴേക്കുള്ള ലെയറിനെ എന്താ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരെ തിരിച്ച് നമുക്ക് എന്താണ് താഴെയുള്ള ലെയറിൽ നിന്ന് തൊട്ട് മുകളിലേക്കുള്ള ലെയറിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പം ഓക്കെ, അത്രയാണ് അവിടെ പറയുന്നത് ആ റൂൾസുകൾ. പിന്നെ ഓരോ ലെയറും ഈച്ച് ലെയർ ഹാസ് ഇറ്റ്സ് ഓൺ ഫങ്ഷൻസ്. ഇവിടെയുള്ള ഓരോ ലെയേഴ്സിന് അതിൻ്റേതായ ഓരോ ഫങ്ഷൻസും ഉണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഈസിയർ ടു ഡീബഗ് ആൻഡ് അപ്ഡേറ്റ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഓരോ ലെയേഴ്സിനും ഓരോ പെർട്ടിക്കുലർ പെർഫോമൻസ് ഉണ്ട് എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ ഓരോ ലെയേഴ്സിനും അതിൻ്റേതായ ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു ലെയറിനെ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, അത് എഫക്റ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ എന്താണ് മോഡുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ലെയറിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ ലെയേഴ്സ് എന്താണ് അതിൻ്റെ ടാസ്കുകൾ എന്താണ് അതിൻ്റേതായ ഒറ്റയ്ക്കുള്ള രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. നോ ഡയറക്റ്റ് ആക്സസ് ടു ഹാർഡ്വെയർ എന്ന് വെച്ചാൽ ഹാർഡ്വെയറിലോട്ടായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഹാർഡ്വെയറിലോട്ടായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു ആക്സസ് എന്ത് ചെയ്യുന്നില്ല, അവിടെ നടക്കുന്നില്ല. പിന്നെ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ലെയേഴ്സും എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നില്ല, പാസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഓരോന്നിനും നമുക്ക് ഓരോന്നിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം അതിൻ്റേതായ ഓരോ ലെയേഴ്സിനും ഓരോന്നിൻ്റേതായ ഇൻഫർമേഷൻ എന്താണ് ഭയങ്കര സെക്യൂർഡായിട്ട് തന്നെയാണ്, ഹൈഡ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിലനിർത്തുന്നത്. അപ്പം അത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ലെയേർഡ് സ്ട്രക്ചേഴ്സിൽ പറയുന്നത്. അതുപോലെ തന്നെ ലെയേർഡ് സ്ട്രക്ചേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്ന കോംപ്ലക്സ് ആൻഡ് കെയർഫുൾ, ഇപ്പോൾ തന്നെ സ്ലോ എക്സിക്യൂഷനും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മോഡുലാർ സ്ട്രക്ചർ. ഈ മോഡുലാർ സ്ട്രക്ചറിൻ്റെ എന്താണ് പറയുന്നത് കാര്യമായിട്ട്, ഇറ്റ്സ് വെരി എഫിഷ്യൻറ്റ് OS സ്ട്രക്ചറാണ്. OS സ്ട്രക്ചറിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മോഡുലാർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. OS ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾസ് ദാറ്റ് ക്യാൻ ബി ആഡഡ് ഓർ റിമൂവ്ഡ് ഡൈനാമിക്കലി. എന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരുപാട് മൊഡ്യൂൾസ് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത് നമുക്ക് ഈസി ആയിട്ട് എന്താണ് ഡൈനാമിക്കലി നമുക്ക് ആഡ് ചെയ്യാനും പറ്റും, ഓരോ മൊഡ്യൂൾസ് ആഡ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും പറ്റും ഡൈനാമിക്കലി. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലെക്സിബിൾ ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ ആണ്. അതുപോലെ തന്നെ ഗുഡ് പെർഫോമൻസ് വിത്ത് മോഡുലാരിറ്റി ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ടു ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ച് കോംപ്ലക്സ് ടു ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് 6 സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയുന്നത് OSൻ്റെ. ഓക്കെ, താങ്ക് യു.